ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ ചെന്നൈ സീരീസിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ബ്രദറും സിസ്റ്ററിൻ്റെയും മോനും ഒക്കെ വന്നതിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ മെറീന ബീച്ചിൽ വന്നൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങൾ പാരീസിലൊക്കെ പോയി പർച്ചേസൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് ഈ മെറീന ബീച്ചിൽ അടുത്തൊരു ഫുഡ് കഴിക്കാനുള്ളൊരു ഫാസ്റ്റ് ഫുഡ്സ് ഷോപ്പുണ്ടായിരുന്നു. അവിടെ വന്നു കഴിക്കാൻ. ഇതാണോ ആ കടയിലെ ഓണർ. പല ഫിലിം സ്റ്റാർസൊക്കെ വന്ന് കഴിച്ചിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. നല്ല കുറേ ഫിഷസും ഒക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു. സ്ക്വിഡ്, കൊഞ്ച് എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നമ്മളെ കേരളത്തിൽ അത്രയൊന്നും ഇല്ലായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടാണ് വന്നത്. മെറീന ബീച്ചിൽ വന്നു. അവിടെ ശ്രുതിക്ക് ലണ്ടൻ സ്ട്രോബെറി ഇല്ലേ, നമ്മളെ ട്രിപ്പിൾ ചോക്ലേറ്റ്, സ്ട്രോബെറി വിത്ത് ട്രിപ്പിൾ ചോക്ലേറ്റിൻ്റെ വൈറലായ കുറച്ച് ഒരു ഇതില്ലായിരുന്നു, ഒരു ഡെസേർട്ടില്ലായിരുന്നു. അത് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മേടിച്ചു കൊടുത്തു. അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ കഴിച്ചത് അണ്ണാനഗർ. അവിടെ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിരുന്നു ഇതിനെക്കാട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസെല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത് ഉള്ളൊരു പ്ലേ സ്റ്റേഷനിൽ കയറി. കളിക്കാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. 1000 രൂപ, 1000 റുപ്പീസാണെന്ന് തോന്നുന്നു ടിക്കറ്റ് മിനിമം. അപ്പോൾ അത് അച്ചു എടുത്തു. എന്നിട്ട് ദച്ചുവിനും പിന്നെ വൈഷുക്കുട്ടി, പിന്നെ അതിനകത്തൊന്നും അറിയാമല്ലോ, കൊച്ചായതുകൊണ്ട് പിന്നെ ഇന്നത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ദച്ചു പക്ഷേ എക്സ്പ്ലോർ ചെയ്തു കുറേയൊക്കെ. അവന് ഒത്തിരി കാര്യങ്ങളൊക്കെ വെച്ചു. ഞാനും ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പുറകെ നടന്നു. അത് പക്ഷേ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ദച്ചൂട്ടിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അനുവേട്ടനും കൂടി ഒരു സാധനത്തിൽ കയറി. എൻ്റെ പൊന്നെ കയറുന്നില്ലാന്ന് പറഞ്ഞിട്ട് ഇവർ എൻ്റെ കൂടെ വിളിച്ചെടുത്ത് കയറ്റിയത്. എൻ്റെ പൊന്നെ ഞാനിരുന്ന് കൂടി കരഞ്ഞ്. എനിക്ക് ഒന്നും പറയണ്ട. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് കാണണം. ഈ വീഡിയോ മൊത്തത്തോടെ ശ്രുതി എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. കരഞ്ഞൊന്നും പറയണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കളിക്കാനൊക്കെ കുറേ ഫൺ സ്റ്റേഷനില്ലേ നമ്മളുടെ ലുലു മോൾ എല്ലായിടത്തേക്ക്, അതേപോലെ ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷെ സൂപ്പറായിരുന്നു. എല്ലാത്തിനകത്ത് കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ പിന്നെ ബെസന്റ് നഗർ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങില്ല കേട്ടോ. ചുമ്മാ ഇവിടെയൊക്കെ ഇറങ്ങിയടിച്ചൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ എവിടെ പോയി ചുമ്മാ നമ്മൾ അവിടെ ഗിണ്ടിയിലെ ഒരു നാഷണൽ പാർക്ക് ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ വൈൽഡ് ലൈഫ്. അങ്ങനെ അവിടെ വന്നതാണ്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഗിണ്ടിയിൽ അത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഉള്ള പാർക്കിനെ അവർ കുറച്ചും കൂടെ ഭയങ്കര വലുതാക്കാൻ വേണ്ടി ആ ഒരു ഭാഗം മൊത്തം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ഈ മാനുകളും കുരങ്ങന്മാരും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി. പക്ഷെ അതിൻ്റെ വീഡിയോസ് എനിക്ക് അത്രയ്ക്ക് ഇല്ല. കാരണം എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഞാൻ പിന്നെ അനുവേൻ്റെ ഫോണിൽ നിന്ന് എടുത്തത്. പക്ഷെ എനിക്ക് അതും കുറേ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇത് കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടാണ് കയറിയത്, അല്ലെങ്കിൽ കുഴഞ്ഞു പോയി. ഭാവിയിലെ സിനിമാ നടനാണ് കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേട്ട് ഇങ്ങനെ നടക്കുവാണ്. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം വണ്ടർലൂ സൂവിലൊക്കെ പോകാമെന്ന് വെച്ചു. പക്ഷെ അവിടെ നിന്ന് നടക്കാൻ കൂടി പറ്റില്ല. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്ന ആരോ പറയുന്നതായിട്ട്. അത് മാത്രമല്ല നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നടന്നു പോകും. ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാണാം, അത് കുറേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പാട്ടുകൾ നേരെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത്, ഞങ്ങളെല്ലാവരും സംസാരിക്കുന്നത് കേൾക്കായിരുന്നു. അങ്ങനെ എന്നെ ഇപ്പോൾ കളിയാക്കും അനുവേട്ട്. എന്തുകൊണ്ട് ഞാനും വൈഷു ഇരിക്കുന്നുണ്ട് പോലെ ഉണ്ടെന്ന കുരങ്ങൻ്റെ മോളെ കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട്. ഇതാണ് കേട്ടോ സ്നേക്ക് പാർക്കിൻ്റെ അവിടെയുള്ള ക്യൂ ആയിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ കാണാൻ വേണ്ടി കയറിയത്. കുഴപ്പമില്ലായിരുന്നു. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സൂവിൽ കാണുന്ന പോലത്തെ തന്നെ സ്നേക്കുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ ഭയങ്കര പ്രത്യേകിച്ച് വലിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്നു, അത്രമാത്രം ഉള്ളായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ഇവിടുത്തെ ചെന്നൈയിൽ ചൂടറിയില്ല, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ഞാൻ ചിലതിനകത്തുള്ള കൂടുതലുള്ള സ്നേക്സിനൊന്നും കണ്ടിട്ടുമില്ല. അതൊക്കെ എവിടെയൊക്കെ പോയി ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ കുഞ്ഞു പിള്ളേരൊക്കെ എൻജോയ് ചെയ്യും. ഈ ക്രോക്കോഡൈലിനെ ഇതിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ദച്ചൂട്ടനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അതിനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചുമ്മാ മോളിൽ പോയി. അടുത്തുള്ളൊരു VR മോൾ എന്ന് പറഞ്ഞൊരു മോളുണ്ട്. അവിടെ നമ്മൾ വെറുതെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയെടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഇതാണ് നമ്മൾ ദച്ചൂട്ടനും
മോളും കൂടി ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇവർ ഇതിനകത്ത് എന്തോ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്തെ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഈ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്താ ഷെയറിങ് ആണ് എൻ്റെ കൊച്ചു വാരി കൊടുക്കുന്നത് തെച്ചൂട്ടന്. അങ്ങനെ അതൊരു നല്ല രസമായിരുന്നു. പിറ്റേ ദിവസം അവർ തിരിച്ചു പോവുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം, തിരിച്ച് വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു സങ്കടമാണ്. പിന്നെ ദാണ്ട് ഇറങ്ങി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇതാണല്ലോ ചെന്നൈ എന്നൊക്കെ പറയുമ്പോഴേ ഇതാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ ശ്രുതി മോളും അച്ചു ദച്ചൂട്ടനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അനുവിടെ കൊണ്ടാക്കുക. ഞാനും കുഞ്ഞും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കാരണം ഈ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്നു. അപ്പം അത്രയേ ഉള്ളൂ. അവർ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോയി. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇനിയപ്പോൾ നെക്സ്റ്റ് ഞാൻ വരാൻ പോകുന്ന വേറെ വീഡിയോസായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ആരും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ രാത്രിയിലാണ് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.